Hi students, welcome back to Lit Lab Learning. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാം. ഡിക്ലറേഷൻ ഓഫ് ഫിലാഡൽഫിയ ILO. പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ. കാരണം എന്തുകൊണ്ടാണ് മനുഷ്യനെ സഹായിക്കണം, അതുപോലെ തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്നത് എന്നാണ് ഇത് പറയുന്നത്. എന്തവർ ചെയ്യണം, അവരിലൂടെ ചെയ്യാൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. എനിവേ വിൽ സ്റ്റാർട്ട്. നോക്കൂ, ILO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ, അതുകൊണ്ട് കൂടെ തൊഴിലാളി എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഇതിൽ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. നൗ ILO is set up to establish and sustain international labor standards. അതായത് ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, പുരുഷനും സ്ത്രീക്കും ഒരേ വേതനമല്ല കിട്ടുന്നത്. ഒരാളേക്കാൾ കൂടുതൽ സമയം അയാൾ വേറൊരാൾ ചെയ്യുന്നുണ്ട് ഒരു പണിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ എന്താ, ലേബറുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളാണ്, നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ILO എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് to set up standard while improving working conditions and promoting exchange of ideas among governments, employees and workers. ഒന്നാമത്തെ കാര്യം, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഇന്ത്യയിലെ പോലെ തന്നെ അമേരിക്കയിലും പണിയെടുക്കണ്ടോ എന്ന് നോക്കണം, യൂറോപ്പിലെ പോലെ തന്നെ ബംഗ്ലാദേശിൽ പൈസ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ILO ശ്രമിക്കുന്നുണ്ട്. പിന്നീടോ ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻ. ഇന്ത്യയിലുള്ള പോലെ കുറെ നേരം പണിയെടുക്കുന്ന ഒരു പരിപാടിയല്ല അമേരിക്കയിലുള്ളത്. അപ്പൊ വർക്കിംഗ് കണ്ടീഷൻസും ഹവേഴ്സും ഒക്കെ ഒരു തൊഴിലാളിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വർക്കേഴ്സിനെ, ലേബേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ മാറ്റി ഒരു നല്ല നാളേക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ILOന്റെ അടുത്ത ഒരു മിഷൻ എന്ന് പറയുന്നത്. അടുത്തത്, പ്രൊമോട്ടിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എമംഗ് ഗവൺമെന്റ്സ്, എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇന്ത്യയും ബംഗാളും അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ചർച്ച നടക്കുകയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാനും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ ഒരു ചർച്ച നടക്കുകയെന്നിരിക്കട്ടെ. എന്തിന്റെ പേരിൽ? വർക്കിംഗ് കണ്ടീഷൻസിന് വേണ്ടിയില്ല. അപ്പൊ ഐഡിയാസ് കൺവേർട്ട് ആയി പോകും. ഐഡിയാസ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ നിന്ന് നമ്മൾ എടുക്കും, നമ്മളുടെ നിന്ന് അവരെടുക്കും. ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വർക്കേഴ്സും ഗവൺമെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ കൺസിഡറേഷനും വേണ്ടിയിട്ടാണ് ILO നിലനിൽക്കുന്നത്. എന്താണ് ILOന്റെ പ്രധാനപ്പെട്ട കാരണം? ILO നിലനിൽക്കുന്നത് എന്തിനാന്ന് പറഞ്ഞല്ലോ. Now, the Declaration of Philadelphia articulates the core principles that should guide the ILO's activities. എന്തുകൊണ്ടാണ് ഫിലാഡൽഫിയ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് ഇവിടെ പറയുന്നത്? അവിടെ വെച്ചിട്ടാണ് ILOന്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായത്. ആ മീറ്റിംഗിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന തൊഴിലാളിക്കും തൊഴിലാളി വർഗത്തിനും വേണ്ട, ലേബേഴ്സിനും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലിനും വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് നടന്നത് എന്നാണ് പറയുന്നത്. നോ, ILO tries to enhance working conditions. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. വർക്കിംഗ് കണ്ടീഷൻസിനെ, അതായത് ബുദ്ധിമുട്ടുള്ള ഒരു തൊഴിലിടത്തിനെ നന്നാക്കി മാറ്റാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നു. അടുത്തത്, പ്രൊമോട്ട്സ് സോഷ്യൽ ജസ്റ്റിസ്. അതില്ലാതെ ഒന്നും നടക്കില്ല. സാമൂഹിക നീതി ഇല്ലാതെ ഒരു കാര്യവും ഭൂമിയിൽ നടക്കില്ല. പൈസ ഉള്ളവൻ പൈസ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുമ്പോൾ സാമൂഹിക നീതി ഇല്ലാണ്ടാവും. ആൻഡ് അപ്ഹോൾഡ് ഹ്യൂമൻ റൈറ്റ്സ്. എല്ലാവർക്കും റൈറ്റുകളുണ്ട്. ഇന്ത്യയിൽ എത്ര റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എത്ര റൈറ്റുകളാണ് ഇന്ത്യയിൽ ഒരു മനുഷ്യനുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിനെയും മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ILO വർക്ക് ചെയ്യുന്നുണ്ട്. നൗ, ഡിക്ലറേഷൻ കൺസേണിംഗ് ദ എയിംസ് ആൻഡ് പർപ്പസ് ഓഫ് ദ ILO. അതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഇവരുടെ എയിമിലേക്ക് വരുന്നത്, എന്തൊക്കെയാണ് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ILO, അവരെന്നാ വന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. എയിം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ ജനറൽ കോൺഫറൻസ് ഓഫ് ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മീറ്റ്സ് ഓൺ 26th സെഷൻ ഓൺ ഫിലാഡൽഫിയ ഓൺ May 10, 1944. 1944 മെയ് 10 26ാമത്തെ സെഷൻ ILO നടത്തുന്നത്. എവിടെ വെച്ചിട്ട്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ട്. അവിടെയാണ് ഇനി പറയുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തത്. 26ാമത്തെ സെഷനിൽ ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് 1944 ഇനി പറയുന്ന ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾ. എന്തൊക്കെ പ്രിൻസിപ്പിൾ ആണ് ഒരു തൊഴിലിടത്തിൽ ഒരു ലേബറിന് വേണ്ടി കൊടുക്കേണ്ടത്? ആരൊക്കെ കൊടുക്കണം? ഗവൺമെന്റ് കൊടുക്കണം, കമ്പനി കൊടുക്കണം, തമ്മിലുള്ള വർക്കേഴ്സും കൊടുക്കണമെന്നാണ് ILO പറയുന്നത്. അല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. സോ എന്തൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം.
ലേബർ ഈസ് നോട്ട് എ കമ്മോഡിറ്റി. തൊഴിൽ എന്ന് പറയുന്നത് ഒരു ചരക്കല്ല, അത് ഒരാൾ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്ന ഒരു പണിയാണ്. അയാൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കാം, ഇഷ്ടമില്ലായിരിക്കാം. അപ്പൊ അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. ചൂഷണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതിരിക്കുക, കൊടുക്കുന്ന പൈസക്ക് കൂടുതൽ പണിയെടുപ്പിക്കുക, ഇതൊക്കെ പ്രശ്നമായിട്ട് ഇവര് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ കമ്മോഡിറ്റി അല്ല ഇത്, ഒരു പ്രധാനപ്പെട്ട ഒരാളല്ല, അതൊരു ഒരു ഒരു തീരുമാനമാണ് ഒരാളുടെ. റൈറ്റ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഓഫ് അസോസിയേഷൻസ് ആർ എസെൻഷ്യൽ ടു സസ്റ്റൈൻഡ് പ്രോഗ്രസ്. ഇമ്പോർട്ടൻ്റ് ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കത് തുറന്ന് എൻ്റെ കമ്പനിയോട് പറയാൻ പറ്റണം. പിന്നെയോ അസോസിയേഷൻ, കമ്പനിയുമായിട്ട് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവരെന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് പ്രധാനമായിട്ടും ഇവിടെ ILO പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുക്കണം. അടുത്തതോ, പോവർട്ടി എനിവേർ കൺസ്റ്റിറ്റ്യൂട്ട് എ ഡേഞ്ചർ ടു പ്രോസ്പെരിറ്റി എവ്രിവെയർ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസാ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ പട്ടിണി ഉണ്ട് എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് വ്യാപിക്കും, അങ്ങനെ എല്ലായിടത്തും അത് എത്തിപ്പെടുന്നുള്ളത്. ഒരു മലേറിയ എന്ന് പറയുന്ന അസുഖം പോലെയാണ് അത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് ഡേഞ്ചർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവർട്ടി ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അതിന്റെ ചുറ്റുപാടൊക്കെ ഇത് എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. ഒരു ദിവസം അത് വസൂരി പോലെ കെട്ടിപ്പൊടരുകയും ചെയ്യും. നൗ വാർ അഗെയിൻസ്റ്റ് വാണ്ട് റിക്വയർസ് ടു ബി കാരിഡ് ഔട്ട് ആൻഡ് സേഫ് ഗാർഡ് ബേസിക് നീഡ്സ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെതിരെയുള്ള ഒരു യുദ്ധം തുടങ്ങണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ബേസിക് നീഡിനെ കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യുദ്ധം തുടങ്ങി വെച്ചാലേ നടക്കുകയുള്ളൂ. ഇതിൽ അടുത്തൊരു പാർട്ടിലേക്ക് പോവുക. അവരുടെ ILOന്റെ ഓർഗനൈസേഷണൽ മീറ്റിംഗിൽ ഉണ്ടായ അടുത്തൊരു പാർട്ടിൽ എന്താ പറയുന്നതെന്നാണ് നോക്കുന്നത്. ഞാൻ കുറച്ച് വായിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പീസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ social justice. So all human beings have the right to pursue both the material well-being and their spiritual development. This will be central aim of ILO. ILOന്റെ പ്രധാനപ്പെട്ട എയിം ആയിട്ട് അവർ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം നോക്കാം. പീസ്, സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഒരേപോലെ ആയിരിക്കണം. ഇന്ത്യയുടെ പ്രസിഡന്റ്, ഞാൻ, നിങ്ങൾ, നമ്മളുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ, എല്ലാവർക്കും ഒരേ തുല്യ നീതി കൊടുക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഞാൻ പറയും, എനിക്ക് കൃത്യമായിട്ടൊന്നും കിട്ടിയില്ല, അവർക്ക് കൂടുതൽ കിട്ടി, ഇവർക്ക് കുറഞ്ഞു കിട്ടി. അപ്പൊ എന്ത് വേണം? പീസ് ഉണ്ടാവണമെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനിപ്പോ മെറ്റീരിയൽ വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുക, വീട് വെക്കുക, ഇതിനു വേണ്ടി സഹായിക്കാനും, അതുപോലെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കണം, തത്വചിന്തയിലേക്ക്, ഫിലോസഫിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനും ILOന് സഹായിക്കാൻ പറ്റണം. ഒരാളെ ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിറ്റിനെ ആയിക്കോട്ടെ, ഒരു നേഷനെ ആയിക്കോട്ടെ, ഇവരെയൊക്കെ സഹായിക്കാൻ ILOന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, all national and international policies must be promoted, not to be hindered. പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ നാഷണൽ ഇന്റർനാഷണൽ പോളിസീസിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, ഹിൻഡർ ചെയ്യരുത്. അതായത് അമേരിക്ക ലോകത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാം, അമേരിക്ക കൊണ്ടുവരുന്നതൊക്കെ ക്യാപിറ്റലിസ്റ്റിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതൊന്നും എടുക്കരുത്. അപ്പൊ നമ്മളത് ആലോചിക്കുന്നില്ല, ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം. നമ്മൾ എന്താ പറയുന്നത്? ഇതൊക്കെ തെറ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യങ്ങൾ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ. അത് കൊടുക്കുകയും വേണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരണം. An exam in organizations on economic and financial policies. നമ്മൾ ഓരോ ഓർഗനൈസേഷൻ്റെയും ഓരോ പോളിസികളെയും അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരുടെ മുന്നേറ്റങ്ങളെയും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം നമ്മൾ പറയുക, ഈ ഓരോ ഓർഗനൈസേഷൻ നന്നല്ല, അവർ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരുടെ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസിനെ എല്ലാവരെയും അറിയിക്കണം. അതുപോലെ എല്ലാവർക്കും നല്ല കാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. ഇനി പാർട്ട് 3യിലേക്ക് നോക്കാം. ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഒക്യുപ്പേഷൻ. പഠിച്ച എല്ലാവർക്കും പണി കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കൃത്യമായ ജോലി, കൃത്യമായ വേതനമൊക്കെ എല്ലാവർക്കും കിട്ടണം. അതായത് പഠിച്ച ഒരാൾ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ജോലി കൊടുക്കാൻ ഈ സമൂഹത്തിന് പറ്റണം. ഒക്യുപ്പേഷൻ അനുസരിച്ചിട്ടുള്ള ജോലികൾ ഉണ്ടായിരിക്കണം. ട്രെയിനിങ്, ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് മിനിമം വേജ് മസ്റ്റ് ബി പ്രൊവൈഡഡ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഒരാൾ ഒരു കാര്യത്തിന് പോയെന്ന് വിചാരിക്കുക, ട്രെയിനിങ് ഇല്ലാതെ ഒരു ദിവസം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിട്ടു കഴിഞ്ഞാൽ അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രെയിനിങ് കൊടുക്കണം.
ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് മിനിമം വേജ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിമം വേജും ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയ്മെന്റ്. എനിക്ക് ഈ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല, അയാളെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ILO ലേബർ ഓർഗനൈസേഷൻ അല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മിനിമം വേജ് കൊടുക്കണ്ടേ എല്ലാവർക്കും? നൗ ചൈൽഡ് വെൽഫെയർ ആൻഡ് മെറ്റേണിറ്റി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ചൈൽഡ് വെൽഫെയർ, കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ മെറ്റേണിറ്റി, മാതൃത്വത്തിലേക്കുള്ള ഒരു സ്ത്രീയുടെ കടന്നുവരവ്, പ്രഗ്നന്റ് ലേഡീസ്, അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇനി ആൻഡ് ആഡ്യൂക്കേറ്റ് ന്യൂട്രീഷൻ, ഹൗസിംഗ് ആൻഡ് ഫെസിലിറ്റീസ് വിത്ത് ഈക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ഓപ്പർച്യൂണിറ്റി മസ്റ്റ് ബി പ്രൊവൈഡഡ്. അപ്പോൾ വലിയ കുറച്ച് തീരുമാനങ്ങൾ അവരെടുക്കുന്ന, എല്ലാവർക്കും ഹൗസ് വേണം, അതുപോലെ വൊക്കേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസ് വേണം. അങ്ങനെ ഒരാളെയും താഴ്ത്തി മാറ്റി നിർത്താൻ ILO ശ്രമിക്കുന്നില്ല. എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണ്ടേ, ഈ പഠിച്ച എല്ലാവർക്കും ജോലി വേണ്ടേ, അവർക്കൊരു കുടുംബം വേണ്ടേ, അവർക്കൊരു വീട് വേണ്ടേ, അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ILO അവരുടെ ഈ 1944 26ാമത്തെ സമ്മേളനത്തിൽ അവർ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത്രയും ചുരുക്കി ഞാൻ ഇവിടെ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പാർട്ട് 4 എന്താ പറയുന്നത്? പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മസ്റ്റ് ബി ടേക്കൺ കെയർ ഓഫ്. അതായത് ഒരു നദി ഒഴുകി വരുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ, അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാതെ അതിൻ്റെ അടുത്ത് കൊക്കക്കോള കമ്പനി കൊണ്ടുപോയി സ്ഥാപിക്കലല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കൊക്കക്കോള കമ്പനി സ്ഥാപിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ നദി ഉണ്ടാവില്ല, എല്ലാ വെള്ളവും ഇവരെടുക്കും. അപ്പൊ പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു മരം നിറയെ എന്തെങ്കിലും പഴം ഉണ്ടെന്ന് വിചാരിക്കട്ടെ, എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെന്ന് വിചാരിക്കട്ടെ, ഒരു 10 കുരങ്ങന്മാരെ ഇങ്ങ് കയറ്റിവിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും? എല്ലാം കൂടെ 1 മണിക്കൂറിൽ താഴത്തിടും. അപ്പൊ പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ് നമ്മൾക്ക് വേണ്ടത്. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം നമ്മുടെ പ്രൊഡക്ട്സിന്. അത് സിമെന്റ് ആയിരിക്കാം, പഴങ്ങളായിരിക്കാം, എഡ്യൂക്കേഷൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലായിരിക്കാം. അപ്പൊ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? ILO ശ്രമിക്കുന്നുണ്ട്. ഇനി പാർട്ട് 5 വരുമ്പോഴോ, ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, aims and objectives are applicable to all people everywhere irrespective of race, caste, gender. ഒരു വലിയ പാരഗ്രാഫിനെ ചുരുക്കി പറഞ്ഞതാണ്. അപ്പൊ എവിടെയൊക്കെ ആർക്കൊക്കെ റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ പോളിസീസ്, ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും, അയാൾ ഏത് ജാതിയിൽപ്പെട്ടതാണ്, ഏത് മതത്തിൽപ്പെട്ടതാണ്, ഏത് ജെൻഡർ, പുരുഷനാണോ സ്ത്രീയാണോ, ഇതൊന്നും നോക്കാതെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. ആരെത്തിച്ചു കൊടുക്കും? ILO എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ ആക്ച്വലി പറയുന്നത്. അവരുടെ പോളിസീസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളല്ല നമ്മുടെ മുമ്പിൽ ILO എടുത്തു വെക്കുന്നത്. അത് എത്ര കാലങ്ങൾക്ക് മുമ്പ്, 1944 കഴിഞ്ഞിട്ട് ഇപ്പൊ 10-70 കുറച്ച് വർഷങ്ങളായി, 70 പോരാന്ന് തോന്നുന്നുണ്ട്, 70-80 വർഷത്തിന് മുകളിലായി. അപ്പൊ അന്നേ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എത്ര കാര്യമായി നമ്മൾ ഇതിനെയൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ഹ്യൂമൻ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ റേസിനും കാസ്റ്റിനും ഉപരിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രമിക്കണം, ഇതൊക്കെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റും. ഇനി 2-3 ചോദ്യം നോക്കാം, മോഡൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള വഴിയിൽ നോക്കാം. നൗ ഷോർട്ട് നോട്ട്സ് ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ഫിലാഡൽഫിയ? അതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ഫിലാഡൽഫിയയിലെ ഈ ഡിക്ലറേഷനിലൂടെ അവർ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഷോർട്ട് ആൻസർ ആണ്, വലിയ ആൻസർ എഴുതി സമയം കളയരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും നല്ല വാക്കുകൾ എഴുതാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ പർപ്പസ് ഗോൾ ഓഫ് ദ ILO ആസ് ഔട്ട്ലൈൻഡ് ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് ഫിലാഡൽഫിയ? പ്രൈമറി ഗോളുകൾ എന്താ? അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ഇട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് പുരുഷനാണോ സ്ത്രീയാണോ, അത് സോഷ്യൽ ജസ്റ്റിസ് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രൈമറി ഗോൾസിനെ കുറിച്ച് ഇവിടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എസ്സേ ആണ്. Discuss the impact of the Declaration of Philadelphia on global labor standards. എന്താണ് ഈ ഒരു ഡിക്ലറേഷനിലൂടെ നമുക്ക് ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ILO നൽകിയ സംഭാവന എന്ന് ചുരുക്കി പറയാൻ പറ്റും? ഗ്ലോബൽ ലേബർ സ്റ്റാൻഡേർഡിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഒരു ഇമ്പാക്റ്റ് വളരെ അധികമാണ്. കാരണം ചില ആൾക്കാരുണ്ട്, ചില മുതലാളിമാർ കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കില്ല, കൂടുതൽ പണിയെടുപ്പിക്കും. ഇതിനൊക്കെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓർഗനൈസേഷൻ കൂടിയാണ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ILO എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു സമ്മറിയും ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളും പഠിച്ചു വെക്കുക. എസ്സേക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. എനിവേ, അപ്പോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ യു.